കാഞ്ഞിരക്കാട് ചക്കരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവവും പൊങ്കാലയും നടന്നു. മാർച്ച് 26 മുതൽ ഏപ്രിൽ 1 വരെ നീളുന്ന ഉത്സവ ആഘോഷങ്ങളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്തു. 7ാം ദിവസമായ ചൊവ്വാഴ്ചയായിരുന്നു പൊങ്കാല സമർപ്പണം. അതിപുരാതനവും പ്രസിദ്ധവുമായ കാഞ്ഞിരക്കാട് ചക്കരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവവും പൊങ്കാലയും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ശാന്തി സ്വരൂപിണിയായ ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ വന്നെത്തി. മാർച്ച് 26 മുതൽ ഏപ്രിൽ 1 വരെ നീളുന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ദീപാരാധന, കളമെഴുത്തും പാട്ടും, സോപാന സംഗീതം, ഗണപതി ഹോമം, കൈകൊട്ടിക്കളി, അക്ഷരശ്ലോക സദസ്സ്, നൃത്തസന്ധ്യ, പ്രസാദവൂട്ട് എന്നിങ്ങനെ അനേകം പരിപാടികൾ അരങ്ങേറി. 7ാം ദിവസമായ ചൊവ്വാഴ്ചയായിരുന്നു പൊങ്കാല സമർപ്പണം. ചത്രം ദേവാരുണം ഗേഹേ ഗാജനസ്നാമി തിഷ്ഠതി തഥായം ചന്ദനവരോയ പുരാതി പ്രജാപതേ നമസ്തും ദേശവാസുരി ഏവം ദേഹിന്ദുരസ്ഥാനി സമസ്താനി ആകൃതാനി ദേവ്യക്ഷമേഷാ കല്യാണി ത്വയാ സത്വാനഗതോ നിർജിതാഖില ദേശാനി ദായദാഹ സുനിഷദത് മമ ത്രൈലോക്യമഖിലം മമ ദേവാവതത് പ്രണിപത്യ സമർപ്പിതം യാനി ജാന്യാനി ദേവേഷു ഗന്ധർവേഷു രഗേഷു ച രക്തഭൂതാനി ഭൂതാനി താനി മയ്യേവ ചോദനേ ഭാഗി രക്തഭൂതാസി പയ്യതാം ഹരേ നമാം പരമേശ്വരമതുലം പ്രാർത്ഥിച്ചേ മത്പരിഗ്രഹാത് ഏതർകുത്യാസം. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പഞ്ചഗവ്യം, നവാഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ഭദ്രകാളി മറ്റപ്പിള്ളിമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കർമ്മത്തിലായിരുന്നു ചടങ്ങുകൾ. അമ്മേ ദേവി ഭഗവതി, എല്ലാ വർഷവും നടന്നു വരാറുള്ളതുപോലെ ഇക്കൊല്ലവും പൂർവാധികം ഭംഗിയായിട്ട് ഈ പൊങ്കാല മഹോത്സവം ഇന്ന് 7-8 ദിവസമായിട്ട് വളരെ ഭംഗിയായ രീതിയിൽ നടന്നു വരുന്നതാണ്. എല്ലാവിധ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് കൊണ്ടാടുവാൻ സാധിച്ചത്. ഭരണസമിതി അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പൂർവാധികം ഭംഗിയായിട്ട് നാളെയും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവിധ സഹകരണവും ഭക്തജനങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഭാഗവത ശ്രീ കേശവദാസ് ആചാര്യൻ ദേവി മഹാത്മ പാരായണം നടത്തി. രാവിലെ 8 മണിയോടെയായിരുന്നു പൊങ്കാല സമർപ്പണം. ഉച്ചയ്ക്ക് നാട്ടുകാർ ഒരുക്കിയ പ്രസാദ സദ്യ, വൈകിട്ട് ദീപാരാധന എന്നിവയും ഉണ്ടായി. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ ആണ് നമ്മൾ ചക്കരക്കാട്ട് മീനഭരണി മഹോത്സവം കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഇതര പ്രവർത്തനങ്ങളിലും ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള പുറത്തുള്ളതുമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ക്ഷേത്ര മണ്ഡപത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. അതിനകമിഴിഞ്ഞ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നുണ്ട്. വളരെ കാലമായിട്ട് നമുക്ക് ഒരാഗ്രഹമായിരുന്ന അന്നദാന മണ്ഡപം എന്നുള്ളൊരു സ്വപ്നമാണ് ഇത്തവണ നമുക്ക് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ പുതിയ രീതിയിലുള്ള നമ്മുടെ ക്ഷേത്ര വനം വച്ചു പിടിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും അതുപോലെ നമ്മുടെ നാട്ടുകാരിൽ നിന്നും വന്നിട്ടുണ്ട്. നവഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള മരങ്ങളും നമ്മുടെ നാള് സംബന്ധിച്ച രീതിയിലുള്ള മരങ്ങളും നക്ഷത്ര വനം ചെയ്യുവാനുള്ളൊരു തീരുമാനവും കമ്മിറ്റിയിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നടന്ന താലപ്പൊലിയിൽ അനേകം ഭക്തർ പങ്കെടുത്തു. തുടർന്ന് കരിമരുന്ന് പ്രയോഗം തിരുവനന്തപുരം ഭാരതക്ഷേത്രം അവതരിപ്പിക്കുന്ന ശ്രീ വിശ്വമാതാംഗി ബാലയും അരങ്ങേറി. ഓം പരാശക്തി നമ. 7 ദിവസം തുടർച്ചയായിട്ടുള്ള ഭക്തജനങ്ങളുടെ പ്രധാനുഷ്ഠാനത്തിൻ്റെ സമാപനമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദേവിയെ പൂജ ചെയ്യുന്ന ഒരു മഹത്തായ വ്രതമാണ് പൊങ്കാല സമർപ്പണം ഇത്തവണ ചെയ്തത്. 28-ാം തീയതിയോടുകൂടി സപ്താഹം ആരംഭിക്കുന്നു. അതോടുകൂടി തന്നെ പുതുവർഷം ആരംഭിക്കുമ്പോൾ വൈശാഖ മാസത്തിൽ ഈ ഗ്രൗണ്ട് മുഴുവനും ഓരോ ഭവനങ്ങളിൽ നിന്ന് 2-3 വൃക്ഷത്തൈകൾ കൂടി ഫലവൃക്ഷങ്ങൾ കൂടി നട്ട് ഇവിടെ ഇത് ചക്കരക്കാട്ട് കാവ് ഒരു വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ് നിബിഡമായ ഒരു കാട് പോലെ തന്നെയുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റാനും 27 നാളിന് നടുന്ന നാളിൻ്റേതായ പ്രത്യേക വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾ നടാനും പ്രസിഡന്റും മറ്റ് ക്ഷേത്ര ഭാരവാഹികളും തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി പൂപ്പള്ളിമന ബാബു നമ്പൂതിരി, പ്രസിഡന്റ് NV ശിവരാജ്, സെക്രട്ടറി V രമേശ്, കമ്മിറ്റി അംഗങ്ങളായ ബാബു മയിൽപീരി, NV ജയപ്രകാശ്, സുരേഷ് SS, മധുസൂദനൻ പിള്ള, ശ്രീജിത്ത്, സുനേഷ് S, സുരേഷ് NR, ബാലൻ പൊട്ടൻപുറം, സജിത് സോപാനം, ഷിബു മണിയാലിൽ,
ബിജു മൂലപ്പറമ്പിൽ, മനോജ് അയോധ്യ, സുജിൻ കാട്ടിപ്പറമ്പിൽ, ക്ഷേത്രം ജീവനക്കാരായ മണി പറപ്പിള്ളി, സരിത ബാലൻ എന്നിവർ നേതൃത്വം വഹിച്ചു. അമ്മേ നാരായണ, ദേവി നാരായണ, കാഞ്ഞിരക്കാട് ചക്കരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള മീനഭരണി മഹോത്സവവും പൊങ്കാലയും ഈ വർഷം പൂർവാധികം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മീനഭരണി 7 ദിവസത്തെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വൈകുന്നേരം ഗജവീരൻ്റെയും താലമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും താലപ്പള്ളി വൈകിട്ട് ആരംഭിക്കുന്നതാണ്. വിശേഷാൽ ദീപാരാധന ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം കരിമരുന്ന് പ്രയോഗം, ബാലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ എല്ലാ ദിവസവും അന്നദാനവും എല്ലാ ദിവസവും വിശേഷാൽ പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും കൂടി മാറി നമ്മൾ പുറത്ത് ഒരു അന്നദാന മണ്ഡപം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രക്കുളം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് വെള്ളത്തിൻ്റെ ലഭ്യത കൂടുന്നതിനായിട്ട് നമ്മൾ ക്ഷേത്രത്തിന് പുറത്ത് കിണർ താത്തിയിരിക്കുന്നു. എല്ലാത്തിനും സർവോപരി എല്ലാ ഭക്തജനങ്ങളെയും അകമഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയും എല്ലാം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. ഏപ്രിൽ 27-ന് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.